നമസ്കാരം, ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതികൾക്ക് അയവ് വരുന്നു എന്ന പ്രതീക്ഷയിൽ ദലാൽ സ്ട്രീറ്റിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഗംഭീര റാലിയാണ് നാം കണ്ടത്. 2 ദിവസം കൊണ്ട് മാർക്കറ്റിലുണ്ടായ വമ്പൻ കുതിപ്പ്, $100 താഴെ എത്തിയ ക്രൂഡ് ഓയിൽ വില, ജിയോ IPOയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്, റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിക്കൂട്ടിയ വമ്പൻ എണ്ണശേഖരം, ഒപ്പം നാളത്തെ മാർക്കറ്റ് അവധിയും ഉൾപ്പെടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. LPG അഥവാ സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് വഴി വീടുകളിൽ പാചകവാതകം എത്തിക്കുന്ന സംവിധാനമായ PNG ഇപ്പോൾ ഇന്ത്യയിൽ അതിവേഗം വളരുകയാണ്. എന്താണ് ഈ PNGയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ ബി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ സി പ്രഷറൈസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ ഗംഭീര റിക്കവറിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ബ്ലാക്ക് മൺഡേ തകർച്ചയ്ക്ക് ശേഷം വെറും 2 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ടാണ് സെൻസെക്സും നിഫ്റ്റിയും 3 മുതൽ 5% വരെ കുതിച്ചുയർന്നത്. അമേരിക്കയുടെ ഇടപെടലോടെ ഇറാൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകിയത്. ഇതിനിടയിൽ ട്രേഡർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ, അതായത് മാർച്ച് 26 വ്യാഴാഴ്ച, രാമനവമി പ്രമാണിച്ച് ഓഹരി വിപണിക്ക് അവധിയായിരിക്കും. BSE, NSE എന്നീ എക്സ്ചേഞ്ചുകളിൽ നാളെ ട്രേഡിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വെള്ളിയാഴ്ച മാത്രമേ മാർക്കറ്റ് തുറക്കുകയുള്ളൂ. ഈ വിപണി കുതിപ്പിന് പ്രധാന കാരണം ക്രൂഡ് ഓയിൽ വിപണിയിൽ നിന്നും വന്ന ആശ്വാസ വാർത്തകളാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 താഴേക്കെത്തിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളാണ് ഇതിന് കാരണം. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും ഡോളറിന്റെ മൂല്യം അല്പം ഇടിഞ്ഞതും സ്വർണ്ണ വിപണിക്ക് വലിയ ഉണർവാണ് നൽകിയത്. സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക, റഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ എനർജി ഹബ്ബുകളിലെല്ലാം വലിയ തീപിടുത്തങ്ങളും ആക്രമണങ്ങളും നടക്കുന്നതിനാൽ ലോകം വലിയൊരു ഓയിൽ ആൻഡ് ഗ്യാസ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ ആഗോള പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് ഇന്ത്യ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇന്ത്യയിൽ എണ്ണക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഏപ്രിൽ മാസത്തേക്ക് മാത്രമായി 60 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് വളരെ പോസിറ്റീവായ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7.1% ഉയർത്തിയിരിക്കുകയാണ്. ഇനി ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു സർക്കാർ ഉത്തരവ് നോക്കാം. LPG ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പൈപ്ഡ് ഗ്യാസ് അഥവാ PNG ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധമായും PNGയിലേക്ക് മാറണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ഈ തീരുമാനം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായ IGL, MGL, ഗുജറാത്ത് ഗ്യാസ് എന്നിവയ്ക്ക് വലിയൊരു ലോട്ടറിയാണ്. ഇനി കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള ചില പ്രധാന അപ്ഡേറ്റുകൾ നോക്കാം. റീറ്റെയിൽ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന റിലയൻസ് ജിയോ IPOയെക്കുറിച്ച് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന IPOയിൽ പ്രൊമോട്ടർമാരായ റിലയൻസ് ഗ്രൂപ്പ് 8% ഓഹരികൾ വിറ്റഴിക്കാൻ പദ്ധതി ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ IPO ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിലെ എക്കാലത്തെയും റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. മറ്റൊരു കോർപ്പറേറ്റ് വാർത്ത സീഗൽ ഇന്ത്യയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ 1369 കോടി രൂപയുടെ വലിയൊരു പ്രോജക്റ്റ് ഓർഡർ സ്വന്തമാക്കിയതോടെ കമ്പനിയുടെ ഓഹരികൾ ഇന്ന് ഉയർന്നു. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. PNGയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആയ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. ശരിയായ ഉത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. റിലയൻസ് ജിയോ IPO വരുമ്പോൾ നിങ്ങൾ അതിൽ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.